അസം ഖനി അപകടത്തിൽ 4ാമത്തെ തൊഴിലാളിയുടെ മൃതദേഹവും കണ്ടെടുത്തു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകുന്നത് ഡൽഹിയിൽ നിന്ന്. നിതിൻ, പറയൂ. നിതിൻ അംബുജൻ അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. അസമിലെ ഖനി അപകടത്തിൽ ഇപ്പോൾ 4ാമത്തെ തൊഴിലാളിയുടെ മൃതദേഹവും കണ്ടെടുത്തിരിക്കുന്നു. ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണം എന്നാണ് ആവശ്യം ഉയർന്നത്. കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുമുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഒരു മരണം കൂടെ, ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ദുഃഖകരമായ വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, ഈ മാസം 6-നാണ് ഏതാണ്ട് 9 തൊഴിലാളികൾ ഈ ഖനിയിൽ കുടുങ്ങിക്കിടന്നത്. അതിനുശേഷം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമായ ഒരു കാര്യം, 4 തൊഴിലാളികളുടെ മൃതദേഹം ഇതുവരെ പുറത്തെടുത്തു എന്നുള്ളതാണ്. ഇനി 5 തൊഴിലാളികൾ കൂടി ഈ ഖനിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടർന്നു വരികയാണ്. നമുക്കറിയാം, ഏറെ ദുഷ്കരമായ ഒരു രക്ഷാദൌത്യമാണ് ഈ മേഖലയിൽ നടന്നു വരുന്നത്. മേഘാലയ അതിർത്തിയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം, തൊഴിലാളികൾ കുടുങ്ങിക്കിടന്ന ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം പോലും ആരംഭിക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് ഏതാണ്ട് 3 തൊഴിലാളികളുടെ മൃതദേഹം പുറത്തെടുത്തു. ഇനിയിപ്പോൾ കൂടുതൽ പേർ ഈ ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. സൈന്യവും അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഡൈവിംഗ് സംഘവും ചേർന്നാണ് ഇപ്പോൾ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടന്നു വരുന്നത്. ഏതാണ്ട് 300 അടി താഴ്ചയിലാണ് ഈ തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും സേനയുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പൈപ്പ് ഉപയോഗിച്ച് അതിലെ വെള്ളം പമ്പിംഗ് ചെയ്തു. പിന്നീടാണ് സേനാ വിഭാഗം ഉള്ളിൽ ചെന്നുകൊണ്ട് തൊഴിലാളികളുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം നടന്നു വരുന്നത്. ഇതിനിടയിൽ 4 തൊഴിലാളികളുടെ മൃതദേഹം പുറത്തുവിടുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവന്നിരിക്കുന്നത്. അതിനിടയിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമന്ത്രി കത്തയച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ, ഈ ഖനി അപകടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന സംഭവമാണ്. ഇതുവരെയും ഈ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് കത്തയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്? നിതിൻ അംബുജൻ നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. തിങ്കളാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത്. ഒരു മൃതദേഹം കൂടി, 4ാമത്തെ തൊഴിലാളിയുടെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു.